വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ വേറെ ഒന്നുമല്ല, രണ്ട് ഹേയിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒരു ഹേയ്ക്ക് കുത്തില്ല, ഒരു ഹേയ്ക്ക് കുത്തുണ്ട്. ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇതിനൊരു കാരണമുണ്ട്, വെറുതെ അങ്ങനെ ഒരു കുത്ത് ഇടാതിരിക്കുന്നതല്ല കേട്ടോ. ഓക്കെ, നമുക്കിപ്പോ കുത്ത് ഇല്ലാത്ത ഹേ എങ്ങനെയാന്ന് നോക്കാം. ഈ കുത്തില്ലാത്ത ഹേ എന്ന് പറയുന്നത് നമ്മൾ ഏകവചനം, നമ്മൾ ആ ഒരു സെന്റൻസിന് എന്താ പറയുക, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു, അങ്ങനെയാണ് ഏകവചനമായിട്ട് സംസാരിക്കുന്ന സെന്റൻസിനാണ് നമ്മൾ എന്ത് വയ്ക്കുന്നത്, കുത്തില്ലാത്ത ഹേ കേട്ടോ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ കയ്യിൽ ഒരു പേനയുണ്ട്. എങ്ങനെയാ പറയാ? മേരെ പാസ് ഏക് കലം ഹേ. കലം അല്ലെങ്കിൽ പെൻ. ഓക്കെ, കലം ഹേ എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു പെൻ. അപ്പൊ നമ്മൾ ഏത് ഹേയാ വെച്ചേ? കുത്തില്ലാത്തത്. അപ്പോൾ കുത്തുള്ളതാണെങ്കിൽ എങ്ങനെയാ പറയാ? മേരെ പാസ് ദോ പെൻ ഹേ. രണ്ടോ അതിലധികമോ എങ്ങനെയാണെങ്കിലും ബഹുവചനമായിട്ടുള്ള സെന്റൻസുകൾ എഴുതുമ്പോൾ നമ്മൾ കുത്തുള്ള ഹേയും, ഏകവചനമായിട്ടുള്ള സെന്റൻസുകൾ എഴുതുമ്പോൾ നമ്മൾ കുത്തില്ലാത്ത ഹേയും. മനസ്സിലായോ? വളരെ ഈസി അല്ലേ? പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ നമ്മൾ കുത്തുള്ള ഹേക്ക് വേറെ സ്ഥലങ്ങളിലും കൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതെവിടെയാണെന്നറിയോ? നമ്മൾ കുറച്ച് റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ, അപ്പോൾ റെസ്പെക്ട് ചെയ്ത് ഒരു വ്യക്തിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ വയ്ക്കുക? കുത്തുള്ള ഹേ. അത് ഏകവചനമായാലും ഒരു വ്യക്തിയെ കുറിച്ചായാലും ഇതേ വയ്ക്കുള്ളൂ. ഇപ്പൊ നമ്മൾ മഹാത്മാഗാന്ധി, അതുപോലെ തന്നെ നമ്മുടെ പപ്പ, അമ്മ, ഗുരു, ആരെങ്കിലും അവരെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് വയ്ക്കുന്നത്? കുത്തുള്ള ഹേ. നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കിയാലോ? ഗാന്ധിജി ഹമാരെ രാഷ്ട്രപിതാ ഹേ അല്ലേ? അത് ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ്. അപ്പൊ നമ്മൾ എന്താ, ഗാന്ധിജി റെസ്പെക്ട് ചെയ്ത് സംസാരിക്കണം അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് വെച്ചത്? കുത്തുള്ള ഹേ വെച്ചത്. അടുത്തത് മാം ഖാന ബനാ രഹി ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഭക്ഷണം ഉണ്ടാക്കുവാണ്. അവിടെ നമ്മൾ ഈ കുത്തുള്ള ഹേ ഉപയോഗിച്ചത്. എന്തുകൊണ്ടാ? അമ്മേനെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് പറയുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ ഇതാണ് ഈ രണ്ട് ഹേകളും തമ്മിലുള്ള ഡിഫറൻസ്. മനസ്സിലായില്ലേ? പലർക്കും ഇത് അറിയാൻ ചാൻസ് ഇല്ല അല്ലെ? കുറെ പേർക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ ഇതുപോലെയുള്ള ചെറിയ ചെറിയ എന്താ പറയാ, അന്ന് അറിഞ്ഞിരിക്കേണ്ട കുറെ വസ്തുതകളുണ്ട് ഹിന്ദിയില്. അത് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളൊരു 16 days സ്പോക്കൺ ഹിന്ദി ചലഞ്ച് ഇപ്പൊ നമ്മുടെ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശരി. ഇനി നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി ചെയ്തേക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.